Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അലൈൻ ടൂളിനെ കുറിച്ചാണ്. അലൈൻ ടൂൾ എടുക്കാനായിട്ട് നമുക്കിവിടെ ഹോം ടാബിൽ മോഡിഫൈ വേണ്ടിയുള്ള ഓപ്ഷൻ കാണാം. ഈ മോഡിഫൈ വേണ്ടിയുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ട ഈ ഒരു ഓപ്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിൽ. ഇതാണ് അലൈൻ ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് അലൈൻ ഓപ്ഷൻ എടുക്കാൻ അലൈൻ്റെ ഷോർട്ട് കീ പറഞ്ഞാൽ AL ആണ്. AL ടൈപ്പ് ചെയ്യുക. AL ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. നമുക്ക് ഈ ഒരു റെക്ടാങ്കിൾ നമുക്ക് ഈ ഒരു ലൈനിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആദ്യം ഏത് റെക്ടാങ്കിൾ ഏത് ഒബ്ജക്റ്റ് ആണ് നമുക്ക് അലൈൻ ചെയ്യേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. അതിനുശേഷം സ്പെസിഫൈ ഫസ്റ്റ് സോഴ്സ് പോയിന്റ്. സോഴ്സ് പോയിന്റ് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ പോയിന്റിനെയാണ് സോഴ്സ് പോയിന്റ് പറയുന്നത്. നമ്മൾ എവിടേക്കാണോ അലൈൻ ചെയ്യേണ്ടത് അതിനെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് പോയിന്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതൊരു എവിടേക്കാണ് ഞാൻ ഈ കറക്റ്റ് ഈ ഒരു കോർണറിലേക്കാണ് വേണ്ടെങ്കിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും സോഴ്സ് പോയിന്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എൻ്റർ ടൈപ്പ് ചെയ്താൽ നമുക്ക് അവിടേക്ക് പ്ലേസ് ആയത് കാണാം. ഇനി വീണ്ടും കൺട്രോൾ സെറ്റ് അടിച്ചു. ഇനി കറക്റ്റ് രണ്ട് സോഴ്സ് പോയിന്റ് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കണമെങ്കിൽ ആദ്യം ഞാൻ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം AL ടൈപ്പ് ചെയ്തു. അതിനുശേഷം AL ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഫസ്റ്റ് സോഴ്സ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് എവിടേക്കാണോ വേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സോഴ്സ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് സോഴ്സ് പോയിന്റ് ഞാൻ ജസ്റ്റ് ഈ ഒരു കോർണർ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ലൈനിലേക്ക് ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് എൻ്റർ അടിച്ചു. ഇനി വീണ്ടും സോഴ്സ് പോയിന്റ് വേണമെങ്കിൽ തേർഡ് സോഴ്സ് പോയിന്റ് അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഞാൻ തേർഡിലേക്ക് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് സ്കെയിൽ ഒബ്ജക്ട് ബേസ്ഡ് ഓൺ അലൈൻമെന്റ് പോയിന്റ്സ്. അതായത് ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസും അതായത് ഈ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് സോഴ്സ് പോയിന്റും സെക്കൻഡ് സോഴ്സ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റും സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു ലെങ്ത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്യണോ വേണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ സ്കെയിൽ ചെയ്യേണ്ട എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നോ. അത് തന്നെയാണെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് വേണമെങ്കിൽ സ്കെയിൽ ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക. ഞാൻ സ്കെയിൽ ചെയ്യാണ്, അപ്പൊ ഞാൻ യെസ് കൊടുത്താൽ ആ ഒരു ഡെസ്റ്റിനേഷൻ ലെങ്ത്തിനനുസരിച്ച് ഇത് സ്കെയിൽ ആയത് കാണാം. ഇനി അലൈൻ ഓപ്ഷൻ എവിടെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതിന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു ബാത്ത് ടബ് ഞാൻ വരച്ചിട്ടുണ്ട്. അത് എനിക്ക് ഈ ഒരു കോർണറിലേക്ക് അലൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ ബാത്ത് ടബ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അലൈൻ ടൂളിന്റെ AL ഷോർട്ട് കീ ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. ഒബ്ജക്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. ഇനി നമുക്ക് സ്പെസിഫൈ ഫസ്റ്റ് സോഴ്സ് പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഏതൊരു സോഴ്സ് പോയിന്റ് ഏത് പോയിന്റ് ആണ് നമുക്ക് കോർണറിലേക്ക് വേണ്ടത്. ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോർണർ പോയിന്റ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് ഏത് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കാണ് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് സോഴ്സ് പോയിന്റ് എനിക്ക് വേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും സെക്കൻഡ് സോഴ്സ് പോയിന്റ്. ഞാൻ ജസ്റ്റ് സെക്കൻഡ് സോഴ്സ് പോയിന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ലൈനിൽ തന്നെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുമ്പോൾ ഈ ഒരു ലെങ്ത്, അതായത് സോഴ്സ് പോയിന്റിന്റെ ഫസ്റ്റ് സോഴ്സ് പോയിന്റും സെക്കൻഡ് സോഴ്സ് പോയിന്റും തമ്മിലുള്ള ലെങ്ത്, അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും തമ്മിലുള്ള ലെങ്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് സ്കെയിൽ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് അടിക്കുക. ഞാൻ നോ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. നോ അടിച്ചു. അപ്പൊ കണ്ട കറക്റ്റ് ഇവിടേക്ക് പ്ലേസ് ആയത് കാണാൻ പറ്റും. ഇനി അതിന് പകരം ഇനി നമുക്ക് സ്കെയിൽ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. സ്കെയിൽ ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം AL കമന്റ് അലൈൻ ചെയ്യാനുള്ള കമന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ് സോഴ്സ് പോയിന്റ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഈ ഒരു പോയിന്റ് എങ്ങോട്ടാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് സോഴ്സ് പോയിന്റ് ചോദിക്കേണ്ടത്. അപ്പൊ സെക്കൻഡ് സോഴ്സ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് എവിടേക്കാണ് വേണ്ടത് അവിടേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം തേർഡ് സോഴ്സ് പോയിന്റ് ചോദിക്കുന്നത്. നമുക്ക് 2 മതി, കാരണം അത് പ്ലേസ് ചെയ്യാൻ 2 പോയിന്റ് മതി. 2 പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഈ സോഴ്സ് പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത്തും അതേപോലെ ഡെസ്റ്റിനേഷൻ പോയിന്റ് തമ്മിലുള്ള ലെങ്ത് വ്യത്യാസമുണ്ട്. സോഴ്സ് പോയിന്റ് തമ്മിലുള്ള ലെങ്ത്തിനേക്കാൾ നീളം കൂടുതലാണ്, ലെങ്ത് കൂടുതലാണ് ഡെസ്റ്റിനേഷൻ പോയിന്റ് തമ്മിലുള്ള ലെങ്ത്. അപ്പൊ അതിനനുസരിച്ച് സോഴ്സ് ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ സ്കെയിൽ ചെയ്യാനാണ് കൊടുക്കുന്നത്. യെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പൊ കണ്ട ഈ ഒരു ബാത്ത് ടബ് അതിനനുസരിച്ച് സ്കെയിൽ ആയി. ഇങ്ങനെയാണ് സ്കെയിൽ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിനാണ് അലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത്.